എല്ലാം കൂടി ഒരു സമയം കൊണ്ട് കഴിഞ്ഞിട്ട് എല്ലാം കൂടി നമ്മുടെ വീടിൻ്റെ മുമ്പിലേക്ക് കൊണ്ട് വരുന്നുണ്ട്. പിന്നെ അവിടെ വന്നിട്ട് അടുക്കളയിൽ നിന്ന് ഒരു പാത്രം എടുക്കുന്ന ഒരൊച്ച കേൾക്കാൻ പറ്റില്ല. നമ്മൾ വീട്ടിലുള്ള നാടൻ സ്റ്റൈലാട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചില്ല, പിന്നെ ചക്രമോൾ നല്ല തലയൊന്ന് പൊതിച്ച് വന്നിട്ടേ കേട്ടോ. അപ്പോൾ ഞാൻ വന്ന ഒരു ചെറിയൊരു വീഡിയോ എടുത്തിരുന്നു വെച്ച്. പിന്നെ ഇതാക്കുന്ന ഉച്ചയ്ക്ക് നല്ല ഉച്ചയാട്ടോ. പിന്നെ ഉച്ചയ്ക്ക് നല്ല മഴൻ്റെ ഒരു മഴക്കാറും ഉണ്ട്, നല്ല ചൂട്. പിന്നെ നമ്മൾ ഇതാക്കുന്ന വല ഇതാക്കുന്ന ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ആ ഒരു ഭാഗം മൊത്തം കവർ ചെയ്തിട്ടാണ്. പിന്നെ കുറച്ച് സ്ഥലം നമ്മൾ ഇവിടെയായിരുന്നു കേട്ടോ. ഇത് ഇവിടെയായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വല ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വീതി നീളമൊന്നും ആക്കിയില്ല, കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് ആക്കിട്ടോ. കുറച്ച് സ്ഥലം മതിയല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ നമ്മൾ വല ഫുള്ളും കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുമല്ല വല വാങ്ങുമ്പോഴേ ഒരു നല്ല കറക്റ്റായിട്ടുള്ളൊരു വലയല്ല, അവിടെ ഇവിടെ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്ത രീതിക്ക് ഇതാക്കുന്ന അടിഭാഗം കുറച്ച് ഇതാക്കുന്ന. ഇവിടെ എന്തെങ്കിലും എക്സ്ട്രാ വേറെ വല വെച്ചിട്ട് എന്തെങ്കിലും മറക്കേണ്ടി വരും. പിന്നെ കുറച്ച് ഹൈറ്റ് ഉണ്ട്. പിന്നെ നമ്മളൊരു എന്താ പറയുക, ഇനി ഇതിൻ്റെ മേലെ വല ഇടണം. വല തികയോന്നറിയില്ല. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ഇട്ട് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ താൽക്കാലികം നമ്മളെ കോഴി വളർത്തുന്ന മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് കുറച്ച് സമയം നമ്മുടെ കോഴികളെ ഇതിലേക്ക് വലൻ്റെ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ബാക്കി അടിഭാഗം കണ്ടില്ലേ, അടിഭാഗം വല വാങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, കുറച്ച് അടിഭാഗത്ത് കുറച്ച് ഇട്ട് കണ്ടില്ലേ, കുറച്ച് വലൻ്റെ ഒരു പോരായിരുന്നു. അത്ര ഹൈറ്റ് വേണ്ടായിരുന്നു. രണ്ടാം മണി എടുക്കാൻ എനിക്ക് വയ്യ. അപ്പം അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു വല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം പണികളൊക്കെ അവിടെ എത്തിട്ടോ. ഇതിൻ്റെ മോൾ ഭാഗത്ത് വേറൊരു വല ഉണ്ടായിരുന്നു, നല്ല വല തന്നെയാണ് കേട്ടോ, നല്ല വില ഇട്ടപ്പോൾ. പിന്നെ കുറച്ച് ഇങ്ങനെ എന്താ പറയുക, ഇതിലിങ്ങനെ മരം ഉള്ളതുകൊണ്ട് ചപ്പ് ഇങ്ങനെ നന്നായി കൊഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ താഴത്തേക്ക് പോകും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ മനുഷ്യനെ കഷ്ടപ്പെടുത്താതെ ഞാൻ ഈ ഒരു ഏരിയ ഒക്കെ നല്ല കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ കേട്ടോ അവിടെ. പിന്നെ ആ കൂടിൻ്റെ ആ ഭാഗം കുറച്ചും കൂടെ നന്നാക്കണം. അപ്പോൾ നല്ല മഴക്കാറ് കേട്ടോ. അപ്പോൾ അത് പൊളിച്ചാൽ മഴ പെയ്ത ആകെ എവിടെയും പണി തീരില്ല. അപ്പോൾ ഇതാക്കുന്ന ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കോഴികളൊക്കെ ഏകദേശമൊക്കെ അത് അവിടെ നിന്ന് ചിക്കി കഴിക്കുന്നുണ്ട്. നമ്മൾ കോഴിനൊക്കെ കൊണ്ടുകൊടുക്കാം. അയ്യോ, എല്ലാം കൂടി അങ്ങോട്ട് പോകുന്നു. തീറ്റയൊന്നും എടുത്തില്ല. മുത്തുമോൾ സ്കൂളൊക്കെ വിട്ട് വന്ന് പലഹാരം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയമൊക്കെ തിന്നാനൊക്കെ ഇട്ടെടുത്ത് വണ്ടി ഉള്ളിലാക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. ഇതിനെല്ലാം കൂടി ഒരു സമയം കൊണ്ട് കഴിഞ്ഞിട്ട് എല്ലാം കൂടി നമ്മുടെ വീടിൻ്റെ മുമ്പിലേക്ക് കൊണ്ട് വരുന്നുണ്ട്. പിന്നെ അവിടെ വന്നിട്ട് അടുക്കളയിൽ നിന്ന് ഒരു പാത്രം എടുക്കുന്ന ഒരൊച്ച കേൾക്കാൻ പറ്റില്ല. നമ്മൾ വീട്ടിലുള്ള നാടൻ സ്റ്റൈലാട്ടോ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കട്ടെ പിന്നെ വീഡിയോ. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് സമയം ഡോറിൻ്റെ അവിടെ കുറച്ച് വല വെക്കണം. പിന്നെ കുറച്ച് വല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇട്ട കീറിയ വലയൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് അപ്പുറത്തെ ഭാഗത്ത് കുറച്ച് വലിയ കണ്ണിയാണ്. അപ്പോൾ അതിലിങ്ങനെ കുഞ്ഞു കോഴിമക്കളൊക്കെ പോകും. എന്നാലും അവിടെയും കൂടി ഒന്ന് റെഡിയാക്കണം. അപ്പോൾ എന്തായാലും ഏകദേശം നമ്മളെന്താ പറയുക, താൽക്കാലികമായി നമുക്കിങ്ങനെ ചെയ്യുന്നതല്ലോ. ഇതൊന്നും എന്താ പറയുക ഇല്ല, നമുക്ക് എത്രത്തോളം ഇവിടെ നിൽക്കാൻ പറ്റുമെന്നറിയില്ല. നമ്മൾ കഴിയുന്ന വേഗം പണിയൊക്കെ കഴിഞ്ഞ് വീട് പണിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ എന്തായാലും അവിടെ നല്ല കൂടൊക്കെ ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം അല്ല കേട്ടോ, ഇപ്പോൾ എന്താ കണ്ടില്ലേ, ഒരുപാട് ഹൈറ്റ് ഒന്നുമില്ല. അത് കണ്ടില്ലേ, നമുക്ക് ഒരാൾക്ക് ഇങ്ങനെ നിൽക്കാനുള്ള ഒരു ഹൈറ്റേ ഉള്ളൂ കേട്ടോ. ഇതാണ്. പിന്നെ സൈഡിൽ കൂടെ ഞാൻ കല്ലും അതേപോലെ അന്ന് നമ്മളെ ഓന്തോറ്റി വന്നിട്ട് വലിൻ്റെ ഒരു സൈഡ് നിന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തെങ്ങിൻ്റെ മുട്ടിയൊക്കെ അതേപോലെ കല്ല് വെച്ചതിന് ശേഷം മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് അടിയിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിടിക്കൂലല്ലോ മക്കളെയൊന്നും. എല്ലാവരും ഉണ്ട്. ചിക്കുട്ടിയും മുത്തുമോളും സ്കൂളൊക്കെ വിട്ട് വന്ന് അങ്ങനെ ഇരിക്കുക കേട്ടോ. എന്നോട് വീഡിയോ എടുക്കണ്ടെന്ന് പറയാം കേട്ടോ. ചിക്കുട്ടിക്ക് ഇഷ്ടമല്ല വീഡിയോ എടുക്കുന്നത്. പിന്നെ നമ്മളെ ചക്രമോക്ക് നല്ല പനിയാണ്. അതെ, മുത്തുമോളെ ഒരു ഹായ് പറ. ഇപ്പം എന്തായാലും അടിച്ച് വൃത്തിയാക്കുന്നൊന്നുമില്ല. എന്താ വെച്ചാൽ അവർക്ക് ഇങ്ങനെ ചെനക്കിങ്ങനെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആകെ മൊത്തം ചപ്പാട്ടോ. കണ്ടില്ലേ, മരത്തുമെന്ന് വീഴുന്ന ഒരു ഇല ഉണ്ടല്ലോ, അതാണ് ഫുള്ളായിട്ടും. അപ്പോൾ എന്തായാലും കുറച്ചിങ്ങനെ ചെനക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചപ്പുകളൊന്നും അടിച്ചൊന്നും വരുന്നില്ല.